വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണപ്പൂക്കളം ഒരുക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഓണത്തിലെ ഒരു പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് പൂക്കളം ഒരുക്കൽ. തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. അത്തം പത്തോണം എന്നാണല്ലോ ചൊല്ല്. മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളം ഒരുക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു ഇനം പൂ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അത് തുമ്പപ്പൂവാണ്. ചിത്തിര നാളിൽ 2 തരം പൂക്കൾ ഉപയോഗിക്കുന്നു. ഈ 2 ദിവസങ്ങളിലും ചുവന്ന പുഷ്പങ്ങൾ ഉപയോഗിക്കാറില്ല. ചോതി നാളിൽ 3 തരം പൂക്കൾ ഉപയോഗിക്കുന്നു. ചെമ്പരത്തിപ്പൂക്കൾ ഈ സമയം ഉപയോഗിക്കാം. വിശാഖം നാളിൽ 4 ഇനം പൂക്കളും അനിഴം നാളിൽ 5 ഇനം പൂക്കളും തൃക്കട്ട നാളിൽ 6 ഇനം പൂക്കളും മൂലം നാളിൽ ചതുരക്കളവും 7 ഇനം പൂക്കളും ഉപയോഗിക്കുന്നു. ഊരാടം നാളിൽ 8 ഇനം പൂക്കളും ഉത്രാടം നാളിൽ 9 ഇനം പൂവും കാക്കേരിയപ്പൻ ഒരുക്കലും പൂക്കളം ചതുരത്തിൽ വലുപ്പത്തിൽ ഒരുക്കുന്ന ചടങ്ങും ഉണ്ട്. ചിലർ 3 തട്ടുകളിലും 5 തട്ടുകളിലുമായി പൂക്കളം ഒരുക്കുന്നു. എന്നാൽ ഉത്രാടം സന്ധ്യയ്ക്ക് മുമ്പായി 10 തരം പൂക്കൾ ഒരുക്കി വയ്ക്കുന്നു. പണ്ടുകാലത്ത് നാടൻ പൂക്കളാണ് ഉപയോഗിച്ചിരുന്നത്. തുമ്പയും മുക്കുറ്റിയും കണ്ണന്താളിയും മന്ദാരവും ശംഖുപുഷ്പവും ചെത്തി, ചെമ്പരത്തി, കൃഷ്ണക്രാന്തി, കോളാമ്പിപ്പൂവ്, ചെമ്പകപ്പൂവ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ആ സ്ഥാനത്തേക്ക് ഇന്ന് ജമന്തിപ്പൂവും ചെണ്ടുമല്ലി വ്യത്യസ്തമായ കളറുകളിലുള്ളതും ഇന്ന് പൂക്കളമൊരുക്കാൻ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി കാലം കഴിയുമ്പോൾ കടലാസ പൂക്കളിലേക്ക് മാറുമോ എന്നാണ് ചിന്തിക്കേണ്ടത്.